അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതൊരു 8 എണ്ണം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം, വലിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വറ്റൽമുളക് ഇപ്പോൾ ഞാനൊരു 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കുക കേട്ടോ. ചിലർക്ക് കൂടുതൽ എരിവായാലും വയറിനൊക്കെ പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുളക് ചേർക്കുക. അതിനുശേഷം അതൊന്ന് വറുത്തിട്ട് ഈ എണ്ണയോട് കൂടി തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിൽ ഇട്ട് അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വലിയ ജാറിലിട്ട് അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ കുരുമുളക് പൊടിയൊക്കെ കുറച്ചെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. ഇനി അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. പുഴുങ്ങിയെടുത്ത 3 മുട്ട, പിന്നെ ഇത് മൈദയിൽ വെള്ളം, ഉപ്പ്, മുളക് പൊടി ഇത്രയിട്ടൊന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, അതിനെ 2 പീസാക്കാം, പകുതിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു പീസിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണം ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ പീസും കൂടെ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് ഒന്ന് പൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദേൻ്റെ മിക്സിലേക്ക് പതുക്കെ വെക്കുക. എന്നിട്ട് ഈ ചമ്മന്തീൻ്റെ ഭാഗം മുകൾ ഭാഗത്തായി വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന് മുകളിലേക്ക് മൈദ കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിലിടുക. ഇനി ഈ ബ്രെഡ് ക്രംസ് ആയിട്ടൊന്ന് ഇതിനെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ചമ്മന്തിയുള്ള ഭാഗം അടിഭാഗത്തായി വരുന്ന രീതിയിൽ വേണം ഇതിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ 2 എണ്ണം പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു കളറായിട്ട്, ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്